വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ ആക്രമണത്തിനിരയായ അമ്മ ഷമിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർ. ഷമി ഡോക്ടർമാരോട് സംസാരിച്ചു തുടങ്ങി. തലച്ചോറിലെ നീര് കൂടിയിട്ടില്ല. തലയോട്ടിക്കും താടിയെല്ലിനും പൊട്ടലുണ്ട്. തലയിൽ മുറിവുകളും ഉണ്ടായിട്ടുണ്ട്. 48 മണിക്കൂറിന് ശേഷം വീണ്ടും സ്കാനിങ്ങിന് വിധേയനാക്കാനാണ് തീരുമാനം. ഷമീനയുടെ തലച്ചോറിന്റെ സ്കാൻ രാവിലെ എടുത്തിരുന്നു. അതിൽ തലച്ചോറിലെ നീര് കൂടിയിട്ടില്ല. ഇന്നലത്തെ പോലെ അതേപോലെ തന്നെ തുടരുന്നുണ്ട്. ആളിപ്പോഴും കോൺഷ്യസ് ആണ്, സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിയാം, ബന്ധുക്കളെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. വൈറ്റൽസ് എല്ലാം സ്റ്റേബിളായി തന്നെ തുടരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ രാവിലെ ന്യൂറോ സർജനും മാക്സിലോ ഫേഷ്യൽ സർജൻ അങ്ങനെ അടങ്ങുന്ന ടീം കണ്ടിരുന്നു. ഇനിയിപ്പോഴത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുക, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ തന്നെ ഒബ്സർവേഷൻ കണ്ടിന്യൂ ചെയ്യുക. ഒരു 48 മണിക്കൂറിന് ശേഷം സ്കാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കാമെന്നുള്ളതാണ് തീരുമാനം. ഇതാണ് സാഹചര്യം. എന്തായാലും ഷമിയുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നു എന്നതാണ് ഡോക്ടർമാർ തന്നെ പറയുന്നത്. എന്തായാലും അവരുടെ മൊഴിയടക്കം ഈ കേസിന്റെ തുടരന്വേഷണത്തിൽ നിർണായകമാണ്. പാതിവില തട്ടിപ്പ് കേസിൽ അനന്തകൃഷ്ണന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നീക്കവുമായി ക്രൈംബ്രാഞ്ച്. ഇതിന് മുന്നോടിയായി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. ക്രൈംബ്രാഞ്ച് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയ അനന്തകൃഷ്ണനെ ഇപ്പോൾ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് ചോദ്യം ചെയ്യുന്നത്. 31,000 പേർക്ക് സ്കൂട്ടർ നൽകാനുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. 230 കോടി രൂപയുടെ ബാധ്യതയാണ് നിലവിൽ അനന്തകൃഷ്ണനുള്ളത്. ലഭിച്ച പണത്തിൽ 60 കോടിയോളം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഫ്ളാറ്റുകളുടെ വാടകയും ജീവനക്കാരുടെ ശമ്പളവും പരിപാടിയുടെ പ്രചാരണങ്ങളുമെല്ലാം ഇതിൽ ഉൾപ്പെടും. അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട പണമിടപാടുകളിൽ സംശയങ്ങൾ നിലനിൽക്കുന്നതിനാലാണ് വീണ്ടും ഇയാളെ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. 2 ദിവസത്തേക്കാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി കസ്റ്റഡിയിൽ വിട്ടത്. അനന്തകൃഷ്ണനെ ഒരുമിച്ചിരുത്തിയാണ് ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കുന്നത്. 2 വർഷത്തിനിടെ 10,000-ൽ പരം ഇടപാടുകൾ വിവിധ അക്കൗണ്ടുകളിലൂടെ ഇയാൾ നടത്തിയിട്ടുണ്ട്. പദ്ധതിയുമായി ബന്ധപ്പെട്ട സ്വീഡ് സൊസൈറ്റി ഭാരവാഹികളെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. ഇവരുടെ ബാങ്ക് ഇടപാട് രേഖകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അനന്തകൃഷ്ണന്റെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി ഇതിനുള്ള റിപ്പോർട്ട് മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും ക്രൈംബ്രാഞ്ച് നൽകി. ന്യൂസ് 18 കൊച്ചി. പത്തനംതിട്ട മെഴുവേലി ഗ്രാമപഞ്ചായത്തിൽ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കാട്ടുപന്നി വേട്ടയ്ക്ക് തുടക്കമായി. പന്തളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും മെഴുവേലി പഞ്ചായത്തിന്റെയും പിന്തുണയോടെയാണ് കാട്ടുപന്നി വേട്ട ആരംഭിച്ചത്. വരും ദിവസങ്ങളിൽ സമീപ പഞ്ചായത്തുകളിൽ കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ കൊന്നൊടുക്കാനാണ് തീരുമാനം. കാട്ടുപന്നികളുടെ ശല്യം കാരണം കൃഷിനാശം സംഭവിച്ച കർഷകരുടെ പരാതിയെ തുടർന്നാണ് കാട്ടുപന്നികളെ കൊന്നൊടുക്കാൻ മെഴുവേലി പഞ്ചായത്ത് തീരുമാനമെടുത്തത്. വനമേഖലയിൽ നിന്നും ഏറെ ദൂരെയുള്ള മെഴുവേലി പഞ്ചായത്തിലെ നഗരപ്രദേശങ്ങളിൽ പകൽ സമയത്തും കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെയാണ് നടപടിയുമായി കർഷക സംഘം രംഗത്തെത്തിയത്. കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ കൊന്നൊടുക്കാനുള്ള കർഷകരുടെ പരിശ്രമം ഒടുവിൽ വിജയിച്ചു. ഇത് മെഴുവേലി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. ഏറ്റവും പന്നിശല്യമുള്ള പന്നികൾ പകൽ സമയത്ത് പോലും കിടക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഈ ഒരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചത്. ഇനി എല്ലാ വാർഡുകളിലേക്കും ഇങ്ങനെ ഒരു പന്നിവേട്ട ജനകീയ നേതൃത്വത്തിൽ നടത്തും. അത് മാത്രമേ നമുക്ക് മുന്നിൽ ഇനി ഒരു പോംവഴിയായിട്ടുള്ളൂ. പന്നികളെ വെടിവെക്കാൻ പരിചയമുള്ള ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ കൃഷിയിടങ്ങളിൽ തിരച്ചിൽ നടത്തിയാണ് കാട്ടുപന്നികളെ കൊല്ലുന്നത്. മെഴുവേലി പഞ്ചായത്തിൽ വരും ദിവസങ്ങളിൽ എല്ലാ വാർഡുകളിലും ജനകീയ തിരച്ചിൽ നടത്താനാണ് കർഷക സംഘത്തിന്റെ തീരുമാനം. കാട്ടുപന്നി പ്രശ്നം പരിഹരിക്കുന്നതിനായി കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ മാറ്റം വരുത്തണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 പത്തനംതിട്ട.